ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആന്റി, അവരൊക്കെ ഓണത്തിന് കാശ് കിട്ടുന്നതും കാത്തിരിക്കുക. മക്കൾക്ക് ഡ്രസ്സ് വാങ്ങണം, കെട്ടിച്ച് വിട്ട വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരുടെ മുന്നിൽ ചെന്ന് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ? രാമകൃഷ്ണൻ ചേട്ടാ, രാമകൃഷ്ണൻ ചേട്ടാ, രാമകൃഷ്ണൻ ചേട്ടാ ഒന്ന് വന്നേ. വരുന്നു. അയ്യോ അയ്യോ എന്തു പറ്റി? ഞങ്ങളെല്ലാരും കൂടി ആ പച്ചക്കറി കുഴി കുത്തി മൂടുവായിരുന്നു. മൂടി കഴിഞ്ഞപ്പോ ഹരി തളർന്നങ്ങ് വീണു. അയ്യോ അയ്യോ ഹരി, ഞങ്ങള് ഡോക്ടറെ കാണിച്ചു. ടെൻഷനിലാന്നാ പറഞ്ഞത്. മോനെ പക്ഷേട്ടാ ഇനി പുറത്തേക്കൊന്നും വിടണ്ട. എന്നാ ഞങ്ങള് പോയിക്കോട്ടെ. മോനെ ഇവിടെ ഇരിക്ക്. പതുക്കെ. ഹരി, വെള്ളം വേണോ? കുറച്ച്. ഞങ്ങള് മോനെ അന്വേഷിച്ച് വരാൻ ഒരുങ്ങുമായിരുന്നു. ശവസംസ്കാരം കഴിഞ്ഞു. നമ്മുടെ ചത്ത സ്വപ്നങ്ങളൊക്കെ കുഴിച്ചിട്ടു. ഹരി, എന്താ ഇത്? ഇനി കൂടുതൽ ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? തോൽവി പൂർണ്ണമായടോ. പാടത്ത് പണിയെടുക്കുമ്പോ ഒരു പച്ചക്കറിയിൽ പൂ വിരിഞ്ഞ സന്തോഷത്തോടെ ഞാനത് നോക്കി നിൽക്കുമായിരുന്നു. അത് കായായിട്ട് മാറുമ്പോ മുതല് അതിന് കാവല് നിൽക്കുമായിരുന്നു. അമ്മാവനോട് ചോദിച്ചു നോക്കേ, പറമ്പിലും പാടത്തും ഒക്കെ പച്ചക്കറികൾ കൂടുതൽ വിളഞ്ഞു നിൽക്കുമ്പോ ഞാൻ അതൊക്കെ പൊട്ടിച്ച് ഓരോരുത്തർക്ക് കൊടുക്കും. ഒരെണ്ണം പോലും പാഴായി പോരുതെന്നുള്ള നിർബന്ധമായിരുന്നു എനിക്ക്. എന്നിട്ടിപ്പോ ചാക്ക് കണക്കിനാ ഞാനിപ്പോ കുഴി കുത്തി മൂടിയത്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ. മോനെ, അങ്ങനെയൊക്കെ ചിന്തിച്ച നമുക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് മോനെ. എല്ലാം ജീവിതത്തിന്റെ ഭാഗമാ. ഇതിപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാരും അറിഞ്ഞു കാണും. അവർക്ക് എന്താ തോന്നുക? വലിയ കാര്യമായിട്ട് പറഞ്ഞുണ്ടാക്കിയതെല്ലാം പൊളിഞ്ഞുപോയി. ആന്റി, അവരൊക്കെ ഓണത്തിന് കാശ് കിട്ടുന്നതും കാത്തിരിക്കുക. മക്കൾക്ക് ഡ്രസ്സ് വാങ്ങണം, കെട്ടിച്ച് വിട്ട വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരുടെ മുന്നിൽ ചെന്ന് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ? ജീവിതം ഇങ്ങനെയൊക്കെയാണ്, സഹിച്ചോന്ന് പറയണോ? അതിനേക്കാളും ഭേദം ആ പാവപ്പെട്ടവരെ കൊല്ലുകയല്ലേ? മോനെ, ഇനി നീ അധികം ഒന്നും സംസാരിക്കണ്ട. കുറച്ചു നേരം ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആദ്യം ശരീരത്തിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. മോളെ കൂട്ടിക്കൊണ്ടുപോ. ചെല്ലു മോനെ. വാ.
ഒന്നും പറയണ്ട. എന്താണ് പരിഹാരം എന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവം നമ്മളെ കൈവിടില്ല. ഇനി ആർക്കും ഒന്നും തടയാൻ പറ്റില്ല. ഞാൻ കിടക്കല്ലേ? ഈ ശരീരത്തിന്റെ തളർച്ച മാറണമല്ലോ. ഇനി വരിവരിയായിട്ട് ഓരോ പ്രശ്നങ്ങൾ എന്നെ കാത്തു നിൽക്കുകയാണല്ലോ. കിടക്കാം. ഉറങ്ങിക്കോ. ആ അവൻ ഉറങ്ങിയോ മോളെ? ഉറങ്ങി. ആ അവനെ കൊണ്ട് താങ്ങാവുന്ന കാര്യങ്ങളല്ലല്ലോ നടന്നുകൊണ്ടിരിക്കുന്നേ. ജീവിതത്തില് എല്ലാം ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരാളായിരുന്നു അവൻ. ആ അവനാ ഇപ്പൊ തളർന്നു വീണ് കിടക്കുന്നേ. രാമകൃഷ്ണേട്ടാ, ഹരിയുടെ മനസ്സിലെ ഏറ്റവും വലിയ വിഷമം കൂടെ ഉണ്ടായിരുന്നവർക്ക് ഓണത്തിന് മുൻപ് പണം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്, അല്ലേ? സുജാതയ്ക്കറിയോ, ഈ ഓണവും വിഷുവൊക്കെ വരുമ്പോഴേ അവന്റെ പോക്കറ്റിനകത്ത് നിറച്ച് കാശുണ്ടാവും. ഈ പരിചയക്കാരൊക്കെ അവനോട് ചോദിക്കുവേ ഈ ഓണമൊക്കെ എങ്ങനെയാ ആഘോഷിക്കുന്നതെന്ന്. ചിലരുടെ സങ്കടങ്ങളൊക്കെ അങ്ങ് പറയും. വേറെ ചിലരുടെ സങ്കടങ്ങളൊന്നും പറയാതെ അവന്റെ കണ്ണുകളിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. പക്ഷെ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ. കയ്യിലുള്ളതൊക്കെ എടുത്തു കൊടുക്കുകയും ചെയ്യും. മധുര നൊമ്പര